കൊതി വന്നാൽ പിന്നെ എന്താ ചെയ്യല്ലേ, ഉണ്ടാക്കിയല്ലേ പറ്റൂ. അപ്പോൾ ദേ ആദ്യം തന്നെ നമ്മളൊരു കുഞ്ഞു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കടായിലേക്ക് ഇതേ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നെയ്യിൽ നല്ല രീതിയിൽ പഞ്ചസാര റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ബ്രൗൺ കളറിൽ ഇത് മെൽറ്റായി വരും. ഇതിലേക്ക് നമ്മളിനി പകുതി വേവിച്ചിട്ടുള്ള പുഴുക്കലരി ഉണ്ടല്ലോ, അതും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. പഞ്ചസാര ലൈനിൽ അരി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഏലക്കായ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതും നല്ല രീതിയിൽ മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ചൂട്ടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പുറത്തെ സ്റ്റവിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അതും ഒഴിച്ചു കൊടുത്ത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ അരി വെന്ത് വരും. അതുപോലെ തന്നെ പാലിലേക്ക് പഞ്ചസാരയുടെ മിക്സൊക്കെ നല്ല രീതിയിൽ പിടിക്കും. ഈ ഒരു ഷെയ്ഡിൽ കിട്ടും. ഈ പായസം ഉണ്ടാക്കാൻ കാരണം വേറൊന്നല്ല, പാറമേക്കാവിൽ തൊഴാൻ പോയപ്പോൾ കാശുവിന് അപ്പം കിട്ടണം പായസം. കടുമധുര പായസം ആയതുകൊണ്ട് അവൻ അധികം കഴിക്കില്ല, വേസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും പായസം ഇഷ്ടമായതിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.